സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. മദ്യനയം സർക്കാരിന്റെ മദ്യനയം അംഗീകരിച്ചിരിക്കുന്നു എന്ന വിധിയാണ് വന്നിരിക്കുന്നത്. ബാറുകൾ തുറക്കില്ല, സർക്കാരിന്റെ മദ്യനയം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ ഒപ്പം തന്നെ മറ്റു നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പൂട്ടിയ ബാറുകൾ തുറക്കില്ല എന്ന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ മദ്യനയം ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ എടുത്ത ഒരു തീരുമാനം തന്നെ ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെ സുപ്രീം കോടതി വിധി ഉണ്ടായിരിക്കുന്നു. പൂട്ടിയ ബാറുകൾ തുറക്കണ്ട എന്ന് തന്നെയാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രധാനമായ ആ ഒരു വിധി വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ എല്ലാ സാധ്യതകളും എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ഈ വിഷയം പരിഗണിച്ചിരിക്കുന്നത് എന്നത് സുപ്രധാനമാണ്. കാരണം സംസ്ഥാന സർക്കാർ ആദ്യം മുതൽക്കേ തന്നെ പറയുന്നത് ഇത് സർക്കാരിന്റെ വിഷയമാണ്, സർക്കാരിന്റെ നയവിഷയമാണ്, അതിൽ ഇടപെടാനാകില്ല എന്ന കാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വിവേചനം കാട്ടിയെന്ന ബാർ ഉടമകളുടെ ഹർജി അല്ലെങ്കിൽ അവരുടെ അവകാശവാദവും ഒക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോടതിയുടെ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ഇതോടുകൂടി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം ബാറുകൾ നടത്താനുള്ള അംഗീകാരം ഉള്ളൂ എന്ന വിധിയാണ് ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ വിധി പ്രസ്താവത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. സർക്കാരിന്റെ മദ്യനയം അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 4 സ്റ്റാർ മുതൽ താഴോട്ടുള്ള ബാറുകൾക്ക് ബാർ നടത്തിപ്പിന് ലൈസൻസ് നൽകണ്ട എന്ന, പൂട്ടിയ ബാറുകൾ തുറക്കണ്ട എന്ന വിധിയാണ് വന്നിരിക്കുന്നത്. പല തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിരുന്നു എങ്കിലും ഇന്നിപ്പോൾ കോടതിയുടെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. ഏതായാലും ഇതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതുകൂടി ഏതായാലും അറിയേണ്ടിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ ഇതിന്റെ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ചില കാര്യങ്ങളിൽ കോടതി നേരത്തെ വിധി പ്രസ്താവന വാദം നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സുപ്രീം കോടതി ചില സുപ്രധാനമായ ചോദ്യങ്ങൾ കേരളത്തിന് മുൻപാകെ, സംസ്ഥാന സർക്കാരിന് മുൻപാകെ വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താകും ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താകും എന്നതുകൂടി വളരെ സുപ്രധാനമാകും. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ശരിവെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. സന്തോഷ് സാർലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സാർലിംഗ്, എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, ഒറ്റ വാക്കിലാണ് സുപ്രീം കോടതി ഈ കേസിൽ വിധിന്യായം പറഞ്ഞത്. ഓൾ അപ്പീൽസ് ആർ ഡിസ്മിസ് എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വിധിന്യായം പൂർത്തീകരിക്കുകയായിരുന്നു. ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ, ശിവകീർത്തി സെൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിലെത്തിയ ഉടൻ തന്നെ വിധിന്യായത്തിലേക്ക് കടന്നു. ഒറ്റ സെന്റൻസിൽ മാത്രം കാര്യം പറഞ്ഞു, ഓൾ അപ്പീൽ ആർ ഡിസ്മിസ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്ത് ബാർ ഹോട്ടൽ ഉടമകൾ നൽകിയ എല്ലാ അപ്പീലുകളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. നേരത്തെ 8 ദിവസം നീണ്ടുനിന്ന വാദത്തിനിടയിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം സുപ്രീം കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഭരണഘടനയുടെ 47-ാം പരിച്ഛേദന പ്രകാരം മദ്യവിൽപ്പന സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിന്റെ അധികാരമാണ് എന്ന് മാത്രമല്ല, ഘട്ടം ഘട്ടമായി മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് മദ്യനയം കൊണ്ടുവന്നത്. ഏകാംഗ കമ്മീഷൻ ഇത് സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ചു, ഇത് അംഗീകരിച്ചു. ഇതിന്റെ ഭാഗമായാണ് ബാർ ലൈസൻസുകൾ 312 ബാർ ലൈസൻസുകൾ കൂടി പൂട്ടിക്കൊണ്ട് മൊത്തം 720ഓളം ബാറുകൾ പൂർണ്ണമായും പൂട്ടിയത് എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയുണ്ടായി. ഈ വാദം പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു. ഇതിനെതിരെ ബാർ ഹോട്ടൽ ഉടമകൾ ചൂണ്ടിക്കാണിച്ചത് ഇക്കാര്യത്തിൽ വിവേചനം സംസ്ഥാന സർക്കാർ കാട്ടിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ അനുവദിച്ചു, ബാക്കിയുള്ളവയുടെ ലൈസൻസുകൾ റദ്ദാക്കിയത് വിവേചനം എന്നായിരുന്നു ബാർ ഹോട്ടൽ ഉടമകൾ ചൂണ്ടിക്കാണിച്ചു. ഇത് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. പകരം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എല്ലാ ബാർ ഹോട്ടൽ ഉടമകൾ നൽകിയിരിക്കുന്ന എല്ലാ അപ്പീലുകളും സുപ്രീം കോടതി തള്ളി. സൗമ്യ, സന്തോഷ് സാർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരിന്റെ മദ്യനയം സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നു. പൂട്ടിയ ബാറുകൾ തുറക്കണ്ട, 720 പൂട്ടിയ ബാറുകൾ തുറക്കണ്ട എന്ന നിലപാടാണ് സുപ്രീം കോടതി ഇപ്പോൾ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത്. 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രം പ്രവർത്തന അനുമതി മതി എന്ന സർക്കാരിന്റെ നയമാണ് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നത്. 4 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾ ഇനി തുറക്കേണ്ടതില്ല, മദ്യനയത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരം ഉണ്ട് എന്ന നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി എന്ന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഏറ്റവും ശക്തമായ ഒരു വാദവും അതുതന്നെയായിരുന്നു. ഭരണഘടനയുടെ 47-ാം അനുച്ഛേദ പ്രകാരം ഈ വിഷയത്തിൽ, മദ്യ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം
സർക്കാരിനുണ്ട് എന്ന വിഷയം തന്നെയായിരുന്നു സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ വാദിച്ചിരുന്നത്. ആ വാദം അംഗീകരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി. സുപ്രധാനമായ ആ ഒരു വിധി വരുമ്പോൾ